ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ 2 ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഈ വീഡിയോ കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഇതാണ്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ വാഴക്ക ബജി കേട്ടോ. വാഴക്ക ബജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ വേണ്ട പൊടികൾ കടലമാവ്, മൈദ, പിന്നെ ഉപ്പിട്ടു, പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ടുകൊണ്ടു കേട്ടോ. ഇപ്പോൾ ഈ ഇടുന്നത് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല ഇടുമ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ കിട്ടുമല്ലോ വാഴക്ക ബജിയിൽ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് ഗരം മസാല ഇട്ടുകൊണ്ടു. ഇപ്പോൾ ഇത് ഇടുന്നത് മുളക് പൊടി കേട്ടോ. അപ്പോൾ മുളക് പൊടി കുറച്ച് മതി, കൂടുതലായിട്ട് എരിവ് ഇതിൽ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയൊരു എരിവിന് കുറച്ച് മുളക് പൊടി ഇട്ടുകൊണ്ടു. പിന്നെ ഇട്ടിക്കണത് നമ്മൾ കായപ്പൊടി ഇട്ടുകൊണ്ടു. പിന്നെ ഇതുമ്മ വെള്ളമൊക്കെ ഒഴിച്ചതാണ് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കിത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം ഇടായിരുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിലൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ അവിടെ കൂട്ടി വെച്ചു. പിന്നെ വാഴക്കത് അവിടെ കേട്ടോ നുറുക്കി വെച്ചിക്കണോ. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് സ്കൂളിട്ട് വരുമ്പോൾ പിന്നെ അങ്ങനെ വാഴക്കൊക്കെ ഇരിക്കണുണ്ടെങ്കിൽ എന്താ നമ്മൾ ഇങ്ങനെ ആലോചിക്കുമല്ലോ, കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ എന്താ ഇപ്പോൾ കൊടുക്കുകയെന്ന് ഇങ്ങനെ ആലോചിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണ് കേട്ടോ ഇത്. വാഴക്കൊക്കെ ഫ്രിഡ്ജിലിരിക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു 4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണ് കേട്ടോ അത്. അപ്പോൾ കുട്ടികൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരു തിന്നും ചെയ്യും. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കണ പോലെ തന്നെയാണോ വാഴക്ക ബജി ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടെ ഉണ്ടാക്കണ പോലെയാണ് കേട്ടോ ഇതിൽ മസാലയൊക്കെ ഇട്ടിക്കണത്. അപ്പം ഉമ്മ എപ്പോഴും ഇങ്ങനെയാണ് വാഴക്ക ബജി ഉണ്ടാക്കൽ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാട്ടിത്തരാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തിക്കണം കേട്ടോ. അപ്പം ഉമ്മ ദാ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായിക്കണു, അതിലേക്ക് ഓരോന്നിടുക. അപ്പം നമ്മളെ ലൈബ് ഇതായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മറ്റവരൊക്കെ സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ അവൾക്ക് ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഒരു ഉഷാർ കുറവാട്ടോ, അതങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ വാഴക്ക ബജിയൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ കുട്ടികളിപ്പോൾ സ്കൂളിട്ട് വരാനാവും ചെയ്തിരിക്കണു. അപ്പോൾ അങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതിനൊന്നും ഉണ്ടാക്കിയപ്പോൾ അതിനൊന്നെടുത്ത് പുറത്ത് വന്നിരുന്ന് അങ്ങനെ തിന്നാണ് കേട്ടോ. വാഴക്ക ബജിയൊക്കെ അടിപൊളിയായിക്കണം കേട്ടോ, നല്ല രസമുണ്ട് തിന്നാൻ. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരാനായിക്കണു. പിന്നെ അമ്മ ചായക്ക് വെള്ളം വെച്ചിട്ട് വെള്ളമൊക്കെ തിളച്ച് വരാനായിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വാഴക്ക ബജി ഇവിടെ ഒരുവിധം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കി നോക്കുമ്പോൾ പൊന്നു സ്കൂളിട്ട് വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനോളോട് പറഞ്ഞു, എന്നാൽ വേണ്ട ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോയോ, ഓള് ഡ്രസ്സ് മാറ്റുമ്പോഴത്തേനെന്ന് റിച്ചു സ്കൂളിട്ട് വരുമല്ലോ, അപ്പോൾ രണ്ടാൾക്കും കൂടി ഒപ്പം ചായ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മ വാഴക്ക ബജിയും അതുപോലെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഉള്ളിവടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ല കട്ടൻ ചായയും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾക്ക് ഈ ചായയൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ റിച്ചു സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും റിച്ചു ലൈബിയൊക്കെ മേശമ്മ ഇരുന്നിക്കണു. അപ്പോൾ ഓലിക്ക് ഞങ്ങൾ ചായയൊക്കെ വെച്ച് കൊടുത്തു. ഇവിടെ ഇരുന്ന് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി വരാൻ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.